ഹായ് മക്കളെ, അപ്പൊ ചോദ്യങ്ങളിലൂടെ നമ്മള് കോൺസെപ്റ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ആഷിഖ് സാർ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ നമ്മളുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തന്നു. സോ ആ ഒരു ചാപ്റ്ററിൽ തന്നെ കുറച്ച് കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ടെല ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഫിറോസ് സാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ സെറ്റ് ഓഫ് 3 elements that are reflexive and symmetric. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സെറ്റിൽ 3 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന റിഫ്ലക്സീവും സിമ്മട്രിക്കും ആയിട്ടുള്ള, അപ്പൊ റിഫ്ലക്സീവും ആയിരിക്കണം സിമ്മട്രിക്കും ആയിരിക്കണം, ഇത് രണ്ടുമായിട്ടുള്ള റിലേഷൻസ് എത്ര എണ്ണം എന്നുള്ളതാണ്. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കാം. ഓക്കെ, എ ഈക്വൽ ടു സെറ്റ് നമുക്ക് എന്തെടുക്കാം 1 2 3. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെന്റ്സ് ഉണ്ട്, 1 2 3. സോ നമുക്ക് ആർ എന്നാണ് നമ്മൾ റിലേഷൻ, R1 R2 R3 എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേഷൻസ് പറയാം. അത് എങ്ങനെയായിരിക്കണം? റിഫ്ലക്സീവും ആയിരിക്കണം സിമ്മട്രിക്കും ആയിരിക്കണം. റിഫ്ലക്സീവ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തൊക്കെ വേണം, അതിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം. സോ നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലാ റിലേഷൻസിലും 1 1 2 2 3 3 നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. സോ നമ്മുടെ R1 എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ പറയുകയാണ്. അതെങ്ങനെ വരും? 1 1 വരണം, 2 2 വരണം, 3 3 വരണം. അതെന്തായാലും വരണം. ഓക്കെ, ഇത് സിമ്മട്രിക് ആണോ മക്കളെ? ഇത് സിമ്മട്രിക് ആണ് അല്ലെ. റിഫ്ലക്സീവ് മാത്രമായിട്ട്, പൂർണ്ണമായിട്ടും റിഫ്ലക്സീവ് ആയിട്ട് വരുന്ന ഒരു റിലേഷൻ. ഓക്കെ, അല്ലാതെ വേറെ എക്സ്ട്രാ എലമെന്റ്സ് ഒന്നും അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സിമ്മട്രിക് ട്രാൻസിറ്റീവ്. നമുക്ക് ഇവിടെ ട്രാൻസിറ്റീവിന്റെ കേസ് പറഞ്ഞിട്ടേ ഇല്ല, നമുക്ക് റിഫ്ലക്സീവ് സിമ്മട്രിക് ആണ്. സോ ഇത് റിഫ്ലക്സീവുമാണ് സിമ്മട്രിക് ആണ്. സോ R1 ആയി. ഇനി അടുത്ത് R2. നമുക്ക് ഈ എലമെന്റുകൾ അല്ലാതെ 1 1 2 2 ഓക്കെ 3 3 ഈ എലമെന്റുകൾ അല്ലാതെ ഞാൻ എക്സ്ട്രാ ഒരു എലമെന്റും കൂടെ പറയുന്നു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 1 2. അപ്പൊ ഇനി ഇത് സിമ്മട്രിക്കും കൂടെ ആകണമെങ്കിൽ എന്തും കൂടെ വേണം? 2 1 കൂടെ വരണം അല്ലെ. അപ്പൊ ഇതെന്തായി? റിഫ്ലക്സീവുമായി സിമ്മട്രിക്കുമായി. അപ്പൊ ഈ റിലേഷൻ എന്താണ് മക്കളെ? റിഫ്ലക്സീവുമാണ് സിമ്മട്രിക്കുമാണ്. ഓക്കെ, ഇനി R3 എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ അടുത്തെടുക്കാം. അടുത്ത് ഇതുപോലെ തന്നെ ഇപ്പോൾ 1 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ പറയാം? സോ 1 1 2 2 3 3. ഓക്കെ, 1 2 പറഞ്ഞ പോലെ നമുക്ക് എന്ത് പറയാം? 1 3 പറയാം. 1 3 ഉണ്ടെങ്കിൽ ആര് വേണം? 3 1 വരണം. ഓക്കെ, അടുത്ത് R4 നോക്കാം. നോക്കിക്കേ മക്കളെ, 1 1 2 2 3 3. അടുത്ത് 1 3 പറഞ്ഞതുപോലെ നമുക്ക് 2 3 പറയാം അല്ലെ. സോ 3 2. ഓക്കെ, അപ്പോ ഇത് നോക്കിക്കേ, R1 R2 R3 R4 ഒക്കെ റിഫ്ലക്സീവുമാണ് സിമ്മട്രിക് ആണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത ഇത് ട്രാൻസിറ്റീവ് കൂടെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ട്രാൻസിറ്റീവ് നോക്കേണ്ട കാര്യമില്ല, അത് എടുത്തെടുത്ത് പറയുന്നത് എന്താന്ന് നമുക്ക് ഇനി അടുത്തൊരു റിലേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സോ R5. ഓക്കെ, R5 നോക്കിക്കേ, എന്തായാലും 1 1 വരണം. ഓക്കെ, അടുത്ത് 2 2 വരണം, അടുത്ത് 3 3 വരണം. ഇനി നോക്കിക്കേടാ മക്കളെ, 1 2 സപ്പോസ് ഞാൻ 1 2 എന്തായാലും 2 1 വരും. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാണ്ട് 1 2 അല്ലാണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരാളെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്, 1 3 കൂടെ ഉൾപ്പെടുത്തുന്നു പറയാം. 1 3 ഉള്ളതുകൊണ്ട് ആര് വരണം? 3 1 വരണം. ഇവിടെ നോക്കിക്കുക മക്കളെ, ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. റിഫ്ലക്സീവും ആയിരിക്കണം സിമ്മട്രിക്കും ആയിരിക്കണം. സോ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്. അത് മാത്രം നോക്കിയാൽ ഇവിടെ നമ്മള് നോക്കിക്കേടാ 1 2 1 1 3 ഉണ്ട്, 2 1 1 3 ഉണ്ട്. സോ 2 3 ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ ട്രാൻസിറ്റീവിന്റെ കേസ് പറഞ്ഞിട്ടേ ഇല്ല. സോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. ഓക്കെ, സോ നമുക്കിവിടെ എന്താണ്? ഇതും റിഫ്ലക്സീവുമാണ് സിമ്മട്രിക്കുമാണ്. ട്രാൻസിറ്റീവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ 2 1 1 3 ഉള്ളതുകൊണ്ട് 2 3 വരണം, 2 3 ഉള്ളതുകൊണ്ട് 3 2 വരണം. അങ്ങനെ നമുക്ക് എല്ലാ എലമെന്റ്സും വരുന്ന വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ 3 എലമെന്റ്സ് ഉള്ള റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും, അതായത് ഇക്വലൻസ് ആയിട്ടുള്ള റിലേഷനുകളുടെ എണ്ണം 5 ആണ്. ഓക്കെ, അത് നമ്മൾ എഴുതി 6 4 ആദ്യത്തെ 4 R1 R2 R3 R4. അതുപോലെ ഇനി ലാസ്റ്റ് എഴുതാൻ പോകുന്നത് ചേർത്താണ് 5 വരും. ഓക്കെ, ഇനി റിഫ്ലക്സീവ് സിമ്മട്രിക് മാത്രമായിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ R5 വന്നു. ഇനി അടുത്ത R6 നോക്കാം. R6 എങ്ങനെ വരും മക്കളെ? R6 വരുന്നത് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം 1 2 2 1. ഇനി 1 3ക്ക് വരെ എന്തെടുക്കാം? നമുക്ക് ഇവിടെ 2 3 എടുക്കാം. 2 3 ഉള്ളതുകൊണ്ട് ആര് വരാം? 3 2 വരാം. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് R7 നോക്കാം. R7 എങ്ങനെ വരും മക്കളെ? 1 1 2 2 3 3. ഓക്കെ, അടുത്ത് 1 2 ന്റെ 2 വന്ന് അടുത്ത് 1 3 എടുക്കാം, 2 3 എടുക്കാം. ഓക്കെ, 1 3 ഉള്ളതുകൊണ്ട് 3 1 വരണം, 2 3 ഉള്ളതുകൊണ്ട് 3 2 വരണം. സോ ഇതും എന്താണ് മക്കളെ? ഇതും റിഫ്ലക്സീവും സിമ്മട്രിക്കും ആണ്. അപ്പൊ എങ്ങനെയാണ് അടുത്ത നോക്കി R8 നോക്കി കയറണം. 1 1
2 2, 3 3, 1 3, 3 1, 2 3, 3 2. ഓക്കെ, അടുത്തിന് നമുക്ക് ഏത് നോക്കാം? 1 3 അടുത്ത് 1 2, 1 2, 2 1. നോക്കിക്കേടാ മക്കളെ, ഇതിലിപ്പോ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9, 9 എലമെന്റ്സ് ഉണ്ട്. അതായത് എ ക്രോസ് എ തന്നെയായിട്ട് മാറി. ഇതെന്തായിട്ട് മാറി? എ ക്രോസ് എ. അപ്പൊ എല്ലാ എലമെന്റ്സും വന്നു. പിന്നെ ഇപ്പൊ വേറെ പേഴ്സ് നമുക്ക് നോക്കാനില്ല. സോ മൊത്തം എത്ര റിലേഷൻസ് മക്കളെ റിഫ്ലെക്സീവ് സിമെട്രിക് ആയിട്ട് പറഞ്ഞേ? 8 റിലേഷൻസ്. സോ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിലേഷൻസ്, ഓക്കെ, ഓൺ a set of 3 elements. Okay, 3 elements that are reflexive and symmetric. എത്ര എണ്ണം വരും മക്കളെ? 8 എണ്ണം വരും. ഓക്കെ, ഈസ് 8. മൊത്തം 8 റിലേഷൻസ് ആണ്. 8 റിലേഷൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് for f from R to R defined by f of x equal to x minus 1 by x plus 1. Determine its range and test 1 1 or on 2. So ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x equal to x minus 1 by x plus 1 എന്ന് പറയുന്നത് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അതിന്റെ റേഞ്ചും അത് 1 1 on 2 ആണോ എന്നുമാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ മക്കളെ നമ്മളുടെ ആദ്യം നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. സോ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം നമ്മൾ y ഒരു y ആയിട്ട് എടുക്കുക എഫ് ഓഫ് എക്സിനെ. സോ y ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1. ഇനി എന്ത് ചെയ്യണം മക്കളെ? എക്സിന് സോൾവ് ചെയ്യണം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് മൈനസ് 1. ഓക്കെ, സോ y അകത്തോട്ട് എടുക്കുമ്പോ എക്സ് വൈ പ്ലസ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് 1. ഇനി എക്സ് എല്ലാം കൂടെ ഒരു സൈഡിൽ ഗ്രൂപ്പ് ചെയ്യുക. So xy minus x equal to, okay, minus 1 ഓൾറെഡി അവിടെ ഉണ്ട്. y അപ്പുറത്ത് പോകുമ്പോ മൈനസ് y. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് x കോമൺ ആയിട്ട് പുറത്തെടുക്കാം. x കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ y minus 1 equal to minus 1 minus y. ഓക്കെ, x equal to എന്ത് വരും? minus 1 minus y by y minus 1. ഓക്കെ, ആ ഒരു രീതിക്കാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഡിനോമിനേറ്റർ? നമുക്കറിയാം ഡിനോമിനേറ്റർ കനോട്ട് ബി ഈക്വൽ ടു 0. സോ y മൈനസ് 1 കനോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, സോ y കനോട്ട് ബി ഈക്വൽ ടു 1. സോ y എന്ന് പറയുന്നത് 1 ആകാൻ പറ്റില്ല. ഓക്കെ, y 1 ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡൊമൈനിൽ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഡൊമൈനിൽ ആരും നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റത്തില്ല. സോ yക്ക് എന്ത് വരാൻ പറ്റില്ല? 1 വരാൻ പറ്റില്ല. y cannot be equal to 1. ഓക്കെ, അതായത് എന്താണ്? f of x cannot be equal to 1. f of x ന് എന്ത് വരാൻ പറ്റില്ല? 1 വരാൻ പറ്റില്ല. f of x ന് 1 വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് മക്കളെ? റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ r മൈനസ് എന്താണ് സെറ്റ് 1 ആണ് വരുന്നത്. സോ റേഞ്ച് എന്ന് പറയുന്ന r മൈനസ് സെറ്റ് 1 ആണ്. റേഞ്ചിൽ നിന്ന് റിയൽ നമ്പേഴ്സ് നമ്മൾ ആരെ ഒഴിവാക്കണം? 1 ഒഴിവാക്കണം. കാരണം 1 വരാൻ പറ്റില്ല. ഔട്ട്പുട്ട് ആയിട്ട് 1 വരാൻ പറ്റില്ല. y വാല്യൂ ആയിട്ട് 1 വരാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ റേഞ്ച് എന്ന് പറയുന്ന r മൈനസ് സെറ്റ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റേഞ്ച് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 1 1 on 2 ആണ് ചെക്ക് ചെയ്ത് നോക്കാം. സോ 1 1 നമുക്ക് അടുത്തിന് 1 1 ചെക്ക് ചെയ്യാം. 1 1 എങ്ങനെയാ മക്കളെ ചെക്ക് ചെയ്യുന്നത്? 1 1 ചെക്ക് ചെയ്യാണ്. 1 1 ചെക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് f of x1 equal to f of x2 ആണെങ്കിൽ x1 equal to x2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന. സോ ഇവിടെ x1 x2 എടുത്ത് ചിലപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുക്കുന്നത് f of a equal to f of ഒരു എയും ബിയും എടുത്തു. സോ എന്താണെങ്കിലും ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ ഇൻപുട്ട് സെയിം ആണ്. സോ f of a equal to f of b ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം? a equal to b എന്നാണ് പറയാനുള്ളത്. അത് വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് x1 x1 x2 എടുക്കാം. പക്ഷെ നമുക്ക് ഇവിടെ കുറെ x1 x2 ഒക്കെ വന്ന് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ എയും ബിയും എടുത്തത്. എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ x1 x2 എടുത്താലും പ്രശ്നമൊന്നുമില്ല. മെത്തേഡ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. f of a എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? a കൊടുക്കണം. സോ അതെന്ത് വരും? a മൈനസ് 1 ബൈ a പ്ലസ് 1. ഓക്കെ, f of b എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? b വരും. സോ b മൈനസ് 1 ബൈ b പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ a മൈനസ് 1 ഇൻറ്റു b പ്ലസ് 1 ഈക്വൽ ടു b മൈനസ് 1 ഇൻറ്റു a പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ ബി
പ്ലസ് എ മൈനസ് ബി മൈനസ് 1 ഈക്വൽ ടു ബി എ. ബി എ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് എഴുതാം. ഓക്കെ, എ ബി പ്ലസ് ബി മൈനസ് എ മൈനസ് 1. ഇവിടെ നോക്കിക്കേ, രണ്ട് സൈഡിലും എ ബി ഉണ്ട്, രണ്ട് സൈഡിലും -1 ഉണ്ട്. സോ എ ബിയും -1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? വെട്ടിക്കളയാൻ പറ്റും. എ ബിയും ക്യാൻസൽ ആയി പോകും, സബ്ട്രാക്ട് ചെയ്താൽ ഇതിനെ പുറത്തോട്ട് മൈനസ് എ ബി ആവും. എ ബി 0 ആയി പോകും. ഓക്കെ, അതുപോലെ -1 വെട്ടിപ്പോകും. സെയിം സൈനും സെയിം സാധനങ്ങളാണ്. സോ -1 അപ്പുറത്തും +1 ആണ്. സോ -1 + 1 0 ആയിട്ട് അതും പോകും. സോ ഇവിടെ നമുക്കുള്ള a മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ എന്നാണ്. സോ എ നമുക്ക് ഒരു സൈഡിലാക്കാം. ഈ എ ഇവിടെ ഉണ്ട്, മൈനസ് എ ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും മക്കളെ? പ്ലസ് എ ആകും. ഈക്വൽ ടു അവിടെ ഓൾറെഡി ഒരു ബി ഉണ്ട്, മൈനസ് ബി അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? പ്ലസ് ബി ആകും. a പ്ലസ് എ 2a ഈക്വൽ ടു ബി പ്ലസ് ബി എന്ത് വരും മക്കളെ? 2b. സോ 2 × 2 വെട്ടി കളഞ്ഞാൽ എന്ത് കിട്ടും? a ഈക്വൽ ടു, സോ f ഓഫ് a ഈക്വൽ ടു f ഓഫ് b. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? f ഓഫ് a ഈക്വൽ ടു f ഓഫ് b ഇംപ്ലൈസ് a ഈക്വൽ ടു b. ഇപ്പൊ ഫംഗ്ഷൻസ് ഔട്ട്പുട്ട്സ് ഈക്വൽ ആണെങ്കിൽ ഇൻപുട്ടും ഈക്വൽ ആണെന്ന് കിട്ടി. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore f is 1 1. f 1 ആണെന്ന് പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഓൺ2ന്റെ കേസ് ആണ്. ഓൺ2ന്റെ കേസ് ഈസിയാണ്. ഓൺ2 ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? ഓൺ2 ആണോ ചെക്ക് ചെയ്യുന്ന? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആക്കണം. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആക്കണം. ഇവിടെ നോക്കിക്കേ, എന്താണ് മക്കളെ കോഡൊമൈൻ എന്ന് പറയുന്നത്? കോഡൊമൈൻ എന്ന് പറയുന്നത് R ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ് റേഞ്ച് എന്ന് പറയുന്നത്? എന്ത് വരുന്നു? R മൈനസ് സെറ്റ് 1 ആണ്. രണ്ടും സെയിം ആണോ? അല്ല. ഓക്കെ, റേഞ്ചില് ആരില്ല? 1 ഇല്ല. കോഡൊമൈനിൽ ആരുണ്ട്? ഓക്കെ, സോ നമുക്ക് റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിട്ട് വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഓൺ2 അല്ല. ഡയറക്റ്റ് പറയാം. ഓക്കെ, തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിവിടെ റേഞ്ച് നമുക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മള് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതേ സ്റ്റെപ്പ്, റേഞ്ച് കണ്ടുപിടിക്കേണ്ട സെയിം സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടും y cannot be equal to 1. y എലമെന്റ് ഓഫ് കോഡൊമൈൻ ആണ്. സോ കോഡൊമൈനിലുള്ള ഒരാൾക്ക് എന്താണ്? പ്രീ ഇമേജ് ഇല്ല. സോ അതുകൊണ്ട് ഇത് ഓൺ2 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എഴുതാം 1 എലമെന്റ് ഓഫ് R. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം 1 എലമെന്റ് ഓഫ് കോഡൊമൈൻ. കോഡൊമൈൻ ഓഫ് എഫ്. എഫിന്റെ കോഡൊമൈനിൽ ആരുണ്ട്? 1 ഉണ്ട്. ബട്ട് 1 നോട്ട് എൻ എലമെന്റ് ഓഫ് റേഞ്ച് ഓഫ് എഫ്. റേഞ്ചിൽ ആരില്ല മക്കളെ? 1 ഇല്ല. therefore f of x is not ഓൺ2. f of x എന്തല്ല മക്കളെ? ഓൺ2 അല്ല എന്ന് പറയാം. ഓക്കെ, നമ്മളിവിടെ ഈ ഒരു ചോദ്യം എങ്ങനെയാ ചെയ്ത മക്കളെ? റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി y ഈക്വൽ ടു f of x ന് പകരം y കൊടുത്തു, എന്നിട്ട് x ന് സോൾവ് ചെയ്തു, എന്നിട്ട് y ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണെന്ന് നോക്കി, അതാണ് നമുക്ക് റേഞ്ച് വരുന്നത്. അടുത്ത് 1 1 ആണോ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി f of a ഈക്വൽ ടു f of b എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു b ആണോ ചെക്ക് ചെയ്ത് നോക്കി. ഓൺ2 നോക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ആണ് ചെയ്തത്. ഓക്കെ, കോഡൊമൈനിലുള്ള എല്ലാവരും റേഞ്ച് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ 1 വരുന്നില്ല. സോ അതുകൊണ്ട് ഇത് ഓൺ2 അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ റിലേഷൻ R on R given by A related to B implies absolute of A equal to absolute B is an equivalence relation and describe the equivalence classes. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ള എന്താണ്? ഇവിടെ R എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നിട്ടുള്ള എയും ബിയും റിലേറ്റഡ് ആകണമെങ്കിൽ അബ്സല്യൂട്ട് ഓഫ് എയും അബ്സല്യൂട്ട് ഓഫ് ബിയും ഈക്വൽ ആകണം. ഓക്കെ, സോ അവരുടെ അബ്സല്യൂട്ട് വാല്യൂസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ആ അവരെന്താണ്? റിലേറ്റഡ് ആണ് എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് കാണിക്കുക, അതുപോലെ അതിന്റെ ഇക്വലൻസ് ക്ലാസ്സും ഡിസ്ക്രൈബ് ചെയ്യുക. കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണ്, അബ്സല്യൂട്ട് ഒക്കെ ഉണ്ട്, എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര ഈസി ആയിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ടുള്ള, അത്രയും ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് മക്കളെ. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇക്വലൻസ് റിലേഷൻ നോക്കാൻ വേണ്ടി എന്തൊക്കെ നോക്കണം? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. സോ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് എടുക്കാം. ഓക്കെ, റിഫ്ലെക്സീവ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ റിഫ്ലെക്സീവ് നമുക്ക് എന്തറിയാം? ആറിലുള്ള, ഇവിടെ നമ്മളുടെ റിലേഷൻ പറഞ്ഞിട്ടുള്ള ആറിൽ നിന്നാണ്. സോ ആറിലുള്ള ഏതൊരു എലമെന്റും ഓക്കെ അവരുമായിട്ടും റിലേറ്റഡ് ആവണം. സോ ലെറ്റ് എ എലമെന്റ് ഓഫ് ഓക്കെ റിയൽ നമ്പേഴ്സിന്റെ ആറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇംപ്ലൈസ് അബ്സല്യൂട്ട് ഓഫ് എ എന്ന് പറയുന്ന ആർക്ക് തന്നെ ഈക്വൽ ആയിരിക്കും, അബ്സല്യൂട്ട് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും. അബ്സല്യൂട്ട് ഓഫ് എ അബ്സല്യൂട്ട് എക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ? ജസ്റ്റ് സെയിം വാല്യൂസ് ആണ്, സെയിം നമ്പേഴ്സ് ആണ്. ഓക്കെ, അബ്സല്യൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അബ്സല്യൂട്ട് ഓഫ് എ തന്നെയാണ്. ഡയറക്റ്റ് അത് എഴുതാം. ഓക്കെ, ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? എ റിലേറ്റഡ് ടു എ എന്ന് പറയാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ആ നൊട്ടേഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഓക്കെ, എ എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതാം. ഇത് റിയൽ നമ്പേഴ്സിന്റെ ആറാണ്, ഇത് റിലേഷന്റെ ആറാണ്. ഓക്കെ,
അങ്ങനെ എഴുതിയാലും മതി. പക്ഷെ നമുക്ക് ഇവിടെ എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞുള്ള മോഡൽ തന്നിട്ടുള്ളത് എ റിലേറ്റഡ് ടു എ. സോ ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് ആണ്. ഇനി നമുക്ക് എന്താ മക്കളെ നോക്കേണ്ടേ? ഇനി അടുത്ത് നോക്കേണ്ടത് സിമ്മട്രിക്. സിമ്മട്രിക് എളുപ്പമാണ് മക്കളെ. ഓക്കെ, സിമ്മട്രിക്. ഓക്കെ, ലെറ്റ് എ റിലേറ്റഡ് ടു ബി. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ അബ്സല്യൂട്ട് ഓഫ് എ ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് ബി. രണ്ടാൾക്കാർ ഈക്വൽ ആണെങ്കിൽ അവരുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്ന പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, സോ അബ്സല്യൂട്ട് ഓഫ് എ ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് ബി ആണെങ്കിൽ നമുക്ക് എഴുതാം അബ്സല്യൂട്ട് ഓഫ് ബി ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് എ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം, ഒരു കുഴപ്പമില്ല, ഈക്വൽ ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പ്രശ്നമുള്ളത്. ഈക്വൽ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയോണ്ട് പ്രശ്നമൊന്നുമില്ല. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ബി റിലേറ്റഡ് ടു എ. അപ്പൊ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആണെന്നാണ് പറയുന്നത്. Therefore, R is symmetric. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് അല്ലേ മക്കളെ? യെസ്. ഓക്കെ, അടുത്ത ട്രാൻസിറ്റീവ്. അടുത്ത് നോക്കിക്കേ മക്കളെ, ട്രാൻസിറ്റീവ്. ഓക്കെ, നമ്മൾ ട്രാൻസിറ്റീവ് ആണ് നോക്കുന്നത്. ലെറ്റ് എന്താണ്? എ റിലേറ്റഡ് ടു ബി കോമ ബി റിലേറ്റഡ് ടു സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? അബ്സല്യൂട്ട് ഓഫ് എ ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് ബി കോമ അബ്സല്യൂട്ട് ഓഫ് ബി ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് സി. ഓക്കെ, ഇവിടെ നോക്കിക്കേടാ, എ എന്ന് പറയുന്ന അബ്സല്യൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഓഫ് ബിക്ക് തുല്യമാണ്, അബ്സല്യൂട്ട് ഓഫ് ബി എന്ന് പറയുന്ന അബ്സല്യൂട്ട് ഓഫ് സിക്ക് തുല്യമാണ്. സോ നമുക്ക് എന്ത് പറയാം? അബ്സല്യൂട്ട് ഓഫ് എയും അബ്സല്യൂട്ട് ഓഫ് ബിയും അബ്സല്യൂട്ട് ഓഫ് സിയും ഒക്കെ സെയിം ആണ്. അബ്സല്യൂട്ട് ഓഫ് എന്റെ വാല്യൂ തന്നെയാണ് അബ്സല്യൂട്ട് ഓഫ് ബി, അത് തന്നെയാണ് അബ്സല്യൂട്ട് ഓഫ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അബ്സല്യൂട്ട് ഓഫ് ബി മാറ്റിയാലും പ്രശ്നമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് പറയാം? അബ്സല്യൂട്ട് ഓഫ് എ എന്ന് പറയുന്ന അബ്സല്യൂട്ട് ഓഫ് സിക്ക് തുല്യമാണ്. വിച്ച് ഇംപ്ലൈസ് എ റിലേറ്റഡ് ടു സി ആണ്. Therefore, നോക്കിക്കേ, എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയി. ഓക്കെ, സോ ആർ ഈസ് എന്താണ് മക്കളെ? ട്രാൻസിറ്റീവ് ആണ്. ഡയറക്റ്റ് അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി നമ്മൾ നേരെ വരുന്നത് ഇക്വലൻസ് ക്ലാസ്. അത് വരുമ്പോൾ ലോജിക്കലി ചെയ്യണം മക്കളെ. ഓക്കെ, എന്താണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്? അതുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന എല്ലാവരുടെയും കളക്ഷനാണ് നമ്മള് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ, ഓക്കെ, സം ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിനുമായിട്ട് അബ്സല്യൂട്ട് ഓഫ് എക്സുമായിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന എല്ലാരെയും, ഓക്കെ, എന്താണ്, ഏതൊക്കെ വാല്യൂസിന്റെ അബ്സല്യൂട്ട് വാല്യൂസ് ഇതുമായിട്ട് സെയിം ആയിട്ട് വരോ അതെല്ലാം ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സ് വരും. നമുക്കിപ്പോ അബ്സല്യൂട്ട് ഓഫ് ഇത് മാറ്റിയിട്ട് എക്സ് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്പേഴ്സ് വെച്ച് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നോക്കിക്കേ, 1ന്റെ അബ്സല്യൂട്ട് ഓഫ് 1ഉമായിട്ട് ആരൊക്കെ ഈക്വൽ ആയിട്ട് വരും മക്കളെ? അബ്സല്യൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ഏതിന്റെയൊക്കെ അബ്സല്യൂട്ട് വാല്യൂ 1 വരാം? നമുക്കറിയാം 1ന്റെ അബ്സല്യൂട്ട് വാല്യൂ 1 ആണ്, -1ന്റെ അബ്സല്യൂട്ട് വാല്യൂ 1 ആണ്. ഇതിന്റെ രണ്ടിന്റെ മാത്രം അബ്സല്യൂട്ട് വാല്യൂ ആണ് 1 വരുന്നത്. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് വരും? 1ഉം വരും, -1. ഓക്കെ, ഇനി അതുപോലെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ത് വരും മക്കളെ? ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്നത് നോക്കിക്കേ, അബ്സല്യൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് 2 ആണ്. സോ 2 വരുന്ന അബ്സല്യൂട്ട് വാല്യൂ വരുന്ന ഏതൊക്കെയുണ്ട്? -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ 2 ആണ്. വേറെ ആരുടെങ്കിലും ഉണ്ടോ? ഇല്ല. സോ വരുന്നത് 2ഉം -2 ആണ്. ഓക്കെ, ഇനി നമുക്ക് സപ്പോസ് ഒരു ഇവിടെ ഞാൻ -1 എടുത്തു, -1 വീണ്ടും അത് തന്നെ വരും. ഓക്കെ, -1ന്റെ ഇക്വലൻസ് ക്ലാസ് എടുത്തു എന്ന് വിചാരിക്കുക. സോ -1ന്റെ ഇക്വലൻസ് ക്ലാസ് ആകുമ്പോൾ അബ്സല്യൂട്ട് ഓഫ് -1 എന്താ മക്കളെ? 1 ആണ്. സോ 1 അബ്സല്യൂട്ട് വാല്യൂ 1 വരുന്ന ആരൊക്കെയുണ്ട്? 1ന്റെ അബ്സല്യൂട്ട് വാല്യൂ 1. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് -1 എന്ത് വരും? 1ഉം -1. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ അടുത്ത് നിങ്ങൾ ഏതെങ്കിലും -3 വല്ലതും എടുത്ത് നോക്കി. ഇക്വലൻസ് ക്ലാസ് ഓഫ് -3 എന്ന് പറയുന്നത് നമുക്കറിയാം അബ്സല്യൂട്ട് ഓഫ് -3 3 ആണ്. ഓക്കെ, സോ അബ്സല്യൂട്ട് ഓഫ് 3ഉം 3 ആണ്. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് -3 എന്ത് വരും? 3ഉം -3ഉം വരും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒന്ന് പറയാൻ പറ്റും. ഓക്കെ, ഏതൊരു നമ്പറിന്റെ എടുത്താലും, റിയൽ നമ്പേഴ്സ് ഏതെടുത്താലും, ഓക്കെ, ഏത് നമ്പേഴ്സ് എടുത്താലും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും വരും. അങ്ങനെ വരാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് 0. ഇക്വലൻസ് ക്ലാസ് ഓഫ് 0. അബ്സല്യൂട്ട് ഓഫ് 0 എത്ര വരും മക്കളെ? 0. ഏതിന്റെയൊക്കെ അബ്സല്യൂട്ട് വാല്യൂ 0 വരും? 0യുടെ മാത്രമേ വരത്തുള്ളൂ. സോ 0 ആരുമായിട്ട് മാത്രമേ റിലേറ്റഡ് ഉള്ളൂ? 0യുമായിട്ട് മാത്രമേ റിലേറ്റഡ് ഉള്ളൂ. സോ 0യുടെ അബ്സല്യൂട്ട് ക്ലാസ് 0 ആണ്. ഓക്കെ, 0യില് ഇക്വലൻസ് ക്ലാസ് 0 ആണ്. അതല്ലാതെ വേറെ എല്ലാവരുടെയും ഇക്വലൻസ് ക്ലാസ് എന്താണ് മക്കളെ? അവരും അതിന്റെ നെഗറ്റീവ് ആണ്. സോ നമുക്ക് പറയാം, ഓക്കെ, ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എടുത്താൽ, ഓക്കെ, നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഓക്കെ, 0 വരും. ഓക്കെ, ഏതൊക്കെ അല്ലെങ്കിൽ അല്ല, അപ്പൊ ഇക്വലൻസ് ക്ലാസ് എഴുതാനാണെങ്കിൽ നമുക്ക് എഴുതാം, ഇഫ്
A equal to 0 implies equivalence class of 0 equal to set 0. Okay. If A not equal to 0, A not equal to 0 ആണെങ്കിൽ equivalence class of A എന്ന് പറയുന്ന ആരൊക്കെ വരും? എയും വരും മൈനസ് എയും വരും. കാരണം അവരുടെ രണ്ടുപേരുടെ അബ്സല്യൂട്ട് വാല്യൂസ് ആണ് എ തന്നെ. ഓക്കെ, സോ ഇതാണ് നമുക്ക് equivalence class ആയിട്ട്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് let f of x equal to x minus 1 by x plus 1 and g of x equal to 1 by x on suitable domains. Compute g of f and f of g and discuss invertibility. Okay, അപ്പൊ നമുക്കിവിടെ f of x ഉം g of x ഉം തന്നിട്ടുണ്ട്. g of f ഉം f of g യുമാണ് കണ്ടുപിടിക്കാൻ. എന്നിട്ട് അതിന്റെ ഇൻവെർട്ടിബിലിറ്റിയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് g of f ഉം f of g യും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം എഫ് ഓഫ് ജിയും ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഇൻവേഴ്സിബിൾ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തു. അതിന്റെ ഡൊമൈനും റേഞ്ചും എങ്ങനെയാ വരുന്നത്? ഓൺ സ്യൂട്ടബിൾ ഡൊമൈൻസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. സോ ഡൊമൈൻ റേഞ്ച് നമുക്ക് അനുസരിച്ച് അറിയാം. സോ അതെങ്ങനെയാ വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നോക്കി നോക്കാം. എഫ് ഓഫ് നമുക്ക് ആദ്യം 1 1 നോക്കാം. രണ്ടിന്റെയും 1 1 നോക്കി നോക്കാം. ആദ്യം നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x minus 1 by x plus 1. ഓക്കെ, അതിന്റെ 1 1 നോക്കിക്കുക മക്കളെ. നേരത്തെ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഏകദേശം അതുപോലെ തന്നെ വരും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ മൈനസ് 1 ബൈ എ പ്ലസ് 1 വരും. ബി മൈനസ് 1 ബൈ ബി പ്ലസ് 1 വരും. നേരത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് 1 ഈക്വൽ ടു എ പ്ലസ് 1 ഇൻറ്റു ബി മൈനസ് 1. ഓക്കെ, അകത്തോട്ട് എടുക്കുമ്പോ എ ബി മൈനസ് ബി plus a minus 1 equal to ab plus b minus a minus 1. a b യും minus 1 വെട്ടിപ്പോകും. ഓക്കെ, മൈനസ് ബി പ്ലസ് എ ഈക്വൽ ടു ബി മൈനസ് എ വരും. സോ ബി പുറത്തെടുക്കുക, എ പുറത്തെടുക്കുക. സോ എ പ്ലസ് എ ഈക്വൽ ടു ബി പ്ലസ് ബി. 2a ഈക്വൽ ടു 2b, a ഈക്വൽ ടു ബി. 1 1 ആണ്. ഓക്കെ, 1 1 ആണ്. ഇനി അടുത്ത് ഓൺ ടു ചെക്ക് ചെയ്യാം. ഓൺ ടു നോക്കിക്കുക മക്കളെ. ഓൺ ടു ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ സം y equal to എന്ന് പറഞ്ഞ അടുത്ത് y equal to x minus 1 by x plus 1. ഓക്കെ, സോ ആ ഒരു രീതിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും മക്കളെ? നമുക്ക് അപ്പുറത്തോട്ട് എടുക്കാം അല്ലെ? സോ ഇതിന്റെ തന്നെ ഓൺ ടു എന്ന് ചെക്ക് ചെയ്യാണ്. ഓൺ ടു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ ടു ചെക്ക് ചെയ്യാനാണ് y equal to x minus 1 by x plus 1. ഓക്കെ, സോ അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്? y times x plus 1 equal to x minus 1 xy plus y equal to x minus 1. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പുറത്തോട്ട് എടുക്കുന്ന രീതിക്കോ എങ്ങനെയാണോ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ എക്സ് വൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് വൈ. എക്സ് ടൈംസ് വൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 മൈനസ് വൈ. എക്സ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് വൈ ബൈ വൈ മൈനസ് 1. ഓക്കെ, അപ്പൊ വൈ നോട്ട് ഈക്വൽ ടു 1 വരുന്ന എല്ലാ കേസിലും എന്താണ്? ഓൺ ടു ആണ്. ഓക്കെ, when y not equal to 1 ഇതെന്ത് വരും? ഓൺ ടു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവേർട്ടിബിൾ ആയിട്ട് പറയാൻ പറ്റും. സോ നമുക്ക് ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാം നോക്കിക്കേ? മൈനസ് എക്സ് മൈനസ് 1 മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് 1 എന്നുള്ള ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ഡൊമൈനും റേഞ്ചും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കോഡൊമൈന് അല്ലെങ്കിൽ റേഞ്ച് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്യാന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ എന്താണ്? നമുക്ക് ഡിഫൈൻ ചെയ്യാം ഡൊമൈനും കാര്യങ്ങളും. സൂട്ടബിൾ ആയിട്ടുള്ള ഡൊമൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് 1 1 ഉം ഓൺ 2 ഉം ആകുന്ന രീതിക്ക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ അടുത്ത് നമുക്ക് ജി ഓഫ് എക്സ് നോക്കാം. അപ്പം എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, ഇൻവേർട്ടിബിൾ ഇൻ സ്യൂട്ടബിൾ ഡൊമൈൻ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻവേർട്ടിബിൾ ആണ്. നമുക്ക് ചൂസ് ചെയ്യുന്ന ഡൊമൈൻ അനുസരിച്ച് നമുക്ക് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റും. ജി ഓഫ് എക്സ് നമുക്ക് നോക്കാം. ജി ഓഫ് എക്സ് 1 by x ആണ്. അത് എളുപ്പമാണ് അല്ലെ? 1 1 നോക്കിക്കേ. 1 1 ആണെങ്കിൽ നമുക്ക് പറയാം 1 by a ഈക്വൽ ടു 1 by b ആണ്. b ഈക്വൽ ടു a ആണ്. 1 1 വരും. ഓക്കെ, എഫ് ഓഫ് എ എഫ് ഓഫ് എ ഈക്വൽ ടു അല്ലെ? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 1 by a ഈക്വൽ ടു 1 by b. സോ b ഈക്വൽ ടു അഥവാ a ഈക്വൽ ടു b ആണ്. സോ 1 1 ആണെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റും. ഇനി ഓൺ ടു നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് y ഈക്വൽ ടു 1 by x എടുക്കാം. സോ x ഈക്വൽ ടു 1 by y. അഥവാ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് പറയാം? y നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, സോ അവിടെ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണത്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു
1/x എന്നുള്ള രീതിക്ക് ഒരു g of x ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇൻവേർട്ടിബിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടിനും ഇൻവേർട്ടിബിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റുന്നുണ്ട് മക്കളെ? ഓരോ ഫംഗ്ഷൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇവിടെ നോക്കിക്കുക, അപ്പൊ നമുക്ക് ഇവിടെ g of x ഉം ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, g of x ഉം ഇൻവേർട്ടിബിൾ ആണ്. അപ്പൊ ഇൻവേർട്ടിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് നമ്മൾ ഇൻവേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അവർ ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് എഫ് ഓഫ് ജിയും g of f ആണ് കണ്ടുപിടിക്കുക. സോ g of f എന്ന് പറയുന്നത് എന്താണ്? g of f of x ആണ്. ഓക്കെ, സോ അതെങ്ങനെ വരും മക്കളെ? g of f of x എന്ന് പറയുമ്പോൾ g of എന്താ വരുന്നത്? g of 1 ആണ്. ഓക്കെ, സോ 1 f of x ആണ് വരുന്നത്. ഓക്കെ, g of f of x എന്ന് പറഞ്ഞാൽ g എന്ന് വെച്ചാൽ എന്താണ്? 1 അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഏത് മോഡൽ ഇട്ട് പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ വരും? g of f of x എന്താണ്? x minus 1/x plus 1 ആണ്. ഓക്കെ, g of എന്താണോ കിടക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ വേണം നമ്മൾ എടുക്കാൻ. g of എന്താണോ കിടക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത് ചെയ്യേണ്ടത് മക്കളെ? നമ്മള് എടുക്കേണ്ടത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത് മക്കളെ? സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1/x minus 1/x plus 1 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇത് നേരെ മുകളിലോട്ട് പോകുമ്പോൾ x plus 1/x minus 1. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാം? x നോട്ട് ഈക്വൽ ടു x 1 വരാൻ പറ്റില്ല. x 1 വരാൻ പറ്റാത്ത എല്ലാ കേസുകളിലും g of f of x പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം. f of g നോക്കാം. എന്ത് നോക്കാം മക്കളെ? f of g നോക്കാം. f of g എന്ന് പറഞ്ഞാൽ എന്താണ്? f of g of x ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? f of g of x എന്ന് പറയുമ്പോ f of g of x എന്ത് വരും? 1/x ആണ്. സോ എഫിന്റെ സ്ഥാനത്ത് x വരുന്നിടത്തൊക്കെ 1/x എടുക്കുക. സോ 1/x minus 1/1/x plus 1. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ സോൾവ് ചെയ്യാം. സോ 1 minus x/x മുകളിലത്തെ ന്യൂമറേറ്ററില് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ബൈ താഴത്തെ ചെയ്യുമ്പോൾ എന്താണ്? 1 plus x/x. ഓക്കെ, ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. കാരണം എന്തായാലും g of x നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ 0 നമുക്ക് എന്തായാലും ഒഴിവാക്കിയേ പറ്റുള്ളൂ. സോ x വെട്ടിക്കളഞ്ഞാൽ 1 minus x/1 plus x. ഓക്കെ, ഇവിടെ എന്ത് പറയാം? ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് x നോട്ട് ഈക്വൽ ടു മൈനസ് x -1 വരാൻ പറ്റില്ല. f of x നമുക്ക് നോക്കിയറിയാം x -1 വരാം പറ്റില്ല. ഓക്കെ, സോ ആ രീതിക്ക് നമുക്ക് ഇവിടെ നിന്ന് അത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി g of f of x എന്ന് പറയുന്നത് x plus 1/x minus 1 ആണ്. f of g of x 1 minus x/1 plus x ആണ്. അവർ രണ്ടുപേരും എന്താണ്? g of g എന്തായിരിക്കും മക്കളെ? ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ, അവർക്കൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഡൊമൈനും റേഞ്ച് നമുക്ക് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? f of x ഉം ഇൻവേർട്ടിബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, g of x ഉം ഇൻവേർട്ടിബിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ f of x ഉം g of x ഇൻവേർട്ടിബിൾ ആയിട്ട് പറയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ g of f of x ഉം f of g of x എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആയിരിക്കും. അവരുടെ ഇൻവേഴ്സ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്താൽ മതി. ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഇത് ചെയ്തതുപോലെ പോണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയും ചെയ്തതുപോലെ നിങ്ങൾക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നിങ്ങൾ JEE പോലുള്ള എൻട്രൻസ് പരീക്ഷ നോക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇത്. ഓക്കെ, നിങ്ങൾ എൻട്രൻസ് പരീക്ഷകൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ NCERT-യിൽ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസിനെ കാട്ടി കുറച്ചും കൂടെ ഒന്ന് വൈഡ് ആയിട്ടായിരിക്കും നമ്മളുടെ എൻട്രൻസ് പരീക്ഷകളുടെ ടോപ്പിക് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ആ ഒരു രീതിക്ക് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ സാധാരണ ഒരു പടിയും കൂടെ മുകളിലേക്ക് കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഓക്കെ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ ഈ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്കറിയാം നോർമൽ ആയിട്ട് നമുക്കറിയാവുന്ന ഓപ്പറേഷൻ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതുപോലെ പുതിയ ഓപ്പറേഷൻസ് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ളതിനെയാണ് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അത് കണക്ട് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ R by a star b equal to a plus b plus 1. Find the identity element and the inverse of A if it exists. Check associativity and commutativity.
സോ ഇവിടെ നമുക്ക് ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ബൈനറി ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതായത് നമ്മൾ മുമ്പ് എ പ്ലസ് ബി, എ മൈനസ് ബി, എ ഇൻറ്റു ബി എന്നൊക്കെ പറയുമ്പോൾ എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? എ ടൈംസ് ബി എന്ന് പറയുമ്പോൾ എ ടൈംസ് ബി എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് അവിടുത്തെ ഓപ്പറേഷന്റെ മീനിങ് വരുന്നത്. ഓക്കെ, എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്പറേഷന്റെ മീനിങ് എന്താണ്? എയും ബിയും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ കൂട്ടുക, അതാണ്. ഓക്കെ, അപ്പോ എ സ്റ്റാർ, സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന, അപ്പൊ എയും ബിയും തമ്മിൽ ആ ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അവർ കൂട്ടിയിട്ട് ഒന്നും കൂടെ കൂട്ടുക എന്ന് പറയുന്നതാണ് ആ ഒരു ഓപ്പറേഷൻ. ഓക്കെ, അവരുടെ സമ്മിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക എന്നുള്ളതാണ് ആ ഒരു ഓപ്പറേഷന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമുക്ക് ഇതുപോലെ എത്ര ഓപ്പറേഷൻസ് വേണോ, ഏത് മോഡലിൽ വേണോ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരെണ്ണമാണിത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്, ഐഡന്റിറ്റി എലമെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ഒക്കെ പറഞ്ഞു പോയപ്പോഴും എടുത്തപ്പോഴൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചപ്പോഴും അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐഡന്റിറ്റി എലമെന്റ് എന്ന് വെച്ചാൽ ഏതൊരു എലമെന്റിന്റെ കൂടെയാണ് ആ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതേ എലമെന്റ് തന്നെ കിട്ടുന്നത്, അതിനെയാണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അഡീഷനിൽ നമുക്കറിയാം 0 ആണ് ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, ഏതൊരു നമ്പറിന്റെ കൂടെ 0 കൂട്ടിയാലും നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. 5 + 0 എന്ന് പറയുന്നത് 0. അതുപോലെ മൾട്ടിപ്ലിക്കേഷനിൽ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു നമ്പറിന്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. 100 × 1 എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്നത്, ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു നമ്പറിന്റെ കൂടെയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. അങ്ങനെ കിട്ടുന്ന എലമെന്റുകളാണ് ഇൻവേഴ്സ്. അഡീഷന്റെ കേസിൽ നമുക്കറിയാം എക്സ് ആണെങ്കിൽ -x ആണ് ഇൻവേഴ്സ്, അല്ലെ? കാരണം 5 ആണെങ്കിൽ -5 ആണ്. അവർ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് 0 കിട്ടും. നമ്മളെ ഐഡന്റിറ്റി എലമെന്റ്, അഡീഷനിലുള്ള ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 0 കിട്ടും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിലെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് x ആണെങ്കിൽ 1/x ആണ് ഇൻവേഴ്സ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇൻവേഴ്സ് നോക്കുന്നത്. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു എലമെന്റോട് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് തുടങ്ങിയ ഏത് എലമെന്റ് ആണോ നമ്മൾ ഉപയോഗിച്ചത് അതേ എലമെന്റ് നമുക്ക് കിട്ടണം. അതിനെയാണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏത് എലമെന്റോടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടുക, അതാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റ് ഒറ്റ എലമെന്റ് ആ ഒരു കേസിൽ മൊത്തത്തിൽ വരത്തുള്ളൂ. ഇൻവേഴ്സ് ഓരോ എലമെന്റിനും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അസോസിയേറ്റിവിറ്റിയും കമ്മ്യൂട്ടേറ്റീവും അത് അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ആദ്യം നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഇൻവേഴ്സും ഒന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് a + b + 1 ആണ്. സോ അവരുടെ ഓപ്പറേഷൻ എന്ന് കൂട്ടിയിട്ട് ഒന്നും കൂടെ കൂട്ടുക. സോ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ഒരു ഇനെ എടുക്കാം. ലെറ്റ് ഇ ബി ദ ഐഡന്റിറ്റി എലമെന്റ്. ഐഡന്റിറ്റി എലമെന്റ് വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന. സോ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് നമ്മൾ ഇ എടുത്തു. ഇനി അപ്പൊ എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? ഇയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഐഡന്റിറ്റി എലമെന്റ് പ്രത്യേകത ഇപ്പോ 0 ആണെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എങ്കിൽ നമുക്ക് അഡീഷന്റെ കേസിൽ 0 ആണ്. സോ a + 0 എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. അതുപോലെ 0 + a എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. അതാണ് ഐഡന്റിറ്റി എലമെന്റ് പ്രത്യേകത. സോ ഇവിടെ ഇ ആകുമ്പോൾ, ഐഡന്റിറ്റി എലമെന്റ് ഇ ആകുമ്പോൾ a സ്റ്റാർ ഇ എന്ന് പറയുന്നതും ഓക്കെ ഇ സ്റ്റാർ എ എന്ന് പറയുന്നതും ഒക്കെ എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. ഏതിലാണോ തുടങ്ങുന്നത് അത് തന്നെ. ഓക്കെ, a + 0 എന്ന് പറയുന്നതും 0 + a എന്ന് പറയുന്നതും അതുപോലെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് നേരെ ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇത് മാത്രമാണ് എടുക്കുന്നത്. സോ a + e + 1 = a. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. a രണ്ട് സൈഡിലും അഡീഷൻ ആണ്. സോ e അപ്പുറത്ത് പോകുമ്പോൾ e + 1 = a - a. സോ e + 1 = 0, e = -1. സോ നമ്മൾ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതാ മക്കളെ? -1 ആണ്. സോ -1 ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റ് ഏതാ? -1 ആണ്. നോക്കിക്കേ മക്കളെ, സപ്പോസ് നമ്മളിപ്പോ ഒരു 5ഉം -1ഉം കൂടെയാ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ 5ഉം സ്റ്റാർ -1 ചെയ്യുന്നു വിചാരിക്കുക. നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്യേണ്ട? സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കൂട്ടിയിട്ട് ഒന്നും കൂടെ കൂട്ടുക. സോ 5 + -1 + എത്ര വരും? 5 -1 + 1 0 ആയിട്ട് പോകും. 5 + 1 5 + 0 എന്ന് പറയുന്നത് 5. നോക്കിക്കേ, 5 തുടങ്ങി 5. അതാണ് ഐഡന്റിറ്റി എലമെന്റ്. സോ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? -1 ആണ്. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഓഫ് എ ആണ് അടുത്ത് നോക്കുന്നത്. എന്താണ്? ഇൻവേഴ്സ് ഓഫ് എ ആണ്. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് എ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? എ സ്റ്റാർ. ഇപ്പൊ ഇൻവേഴ്സ് ഓഫ് എ നമ്മൾ എ ഇൻവേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. സോ എ സ്റ്റാർ എ ഇൻവേഴ്സ് = എ ഇൻവേഴ്സ് സ്റ്റാർ
എ ഈക്വൽ ടു എന്ത് കിട്ടണം? ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? -1 ആണ്. സോ -1 കിട്ടണം. ഓക്കെ, അതാണ് നമ്മളെ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. എ സ്റ്റാർ എ ഇൻവേഴ്സ് മിക്കവാറും എ കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് കേട്ടോ. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ പറഞ്ഞു എല്ലാത്തിനും ഫിക്സഡ് ആയിട്ട് ഒരെണ്ണമായിരിക്കും വരുന്നത്. സോ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് -1 ആണ്, ഫിക്സ്ഡ് ആണ്. ഏത് എ എടുത്താലും അല്ലെങ്കിൽ ഏത് നമ്പർ ഉപയോഗിച്ചാലും ഐഡന്റിറ്റി എലമെന്റ് -1 ആണ്. പക്ഷേ ഇൻവേഴ്സ് വരുമ്പോൾ ഓരോന്നിനും മാറ്റം വരും. ഓക്കെ, ഓരോന്നിനും ഡിഫറെന്റ് എലമെന്റ് ആയിരിക്കും. സോ അത് എ കണക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട മക്കളെ. ഇവിടെ നോക്കി എ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ സ്ഥാനത്താണ് എ ഇൻവേഴ്സ് കിടക്കുന്നത്. സോ എ പ്ലസ് എ ഇൻവേഴ്സ് പ്ലസ് 1 ഈക്വൽ ടു -1. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. -1 ഓൾറെഡി ഉണ്ട്. +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആകും. എ അപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് അപ്പുറത്ത് പോകുമ്പോൾ -a. സോ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 -a. ഓക്കെ, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? -2 -a. സോ ഇതാണ് ഇൻവേഴ്സ്. അപ്പൊ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് -2 -a അല്ലെങ്കിൽ -a -2 എന്ന് പറഞ്ഞാണ് കുഴപ്പം. സോ അതാണ് എയുടെ ഇൻവേഴ്സ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമ്മള് 5 എടുത്താൽ 5 നേരത്തെ എടുത്തോണ്ട് സെയിം അതിനെ വെച്ച് നോക്കുന്ന ഇൻവേഴ്സ് ഓഫ് 5. ഇൻവേഴ്സ് ഓഫ് 5 നോക്കാം. ഇൻവേഴ്സ് ഓഫ് 5 എത്ര വരും? ഇൻവേഴ്സ് ഓഫ് 5 എത്ര വരും? ഇൻവേഴ്സ് ഓഫ് 5 എന്ന് വെച്ചാൽ -2 -5 -7. ഓക്കെ, നമുക്ക് ഇനി നോക്കി നോക്കാം. 5 സ്റ്റാർ -7 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പ്ലസ് -7 പ്ലസ് 1. ഓക്കെ, അപ്പൊ എന്ത് വരും മക്കളെ? ഇവിടെ -2 5 പ്ലസ് -7 എന്ന് പറഞ്ഞാൽ -2 -2 പ്ലസ് 1 -1. നോക്കിക്കേ, നമ്മൾ ഐഡന്റിറ്റി എലമെന്റിലേക്ക് എത്തിയില്ലേ? അപ്പൊ നമുക്കിവിടെ പറയാം എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 -a ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ എഴുതിയാൽ മതി. എക്സാമ്പിൾ എഴുതണം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. പുതിയൊരു കോൺസെപ്റ്റ്, പുതിയൊരു സാധനം ആയതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ. ഇനി നമുക്ക് അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എ നമ്മളെ അഡീഷന്റെ കേസ് വെച്ചാൽ പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതും സെയിം ആണ്. അതാണ് അസോസിയേറ്റീവ്. അതായത് ഓർഡർ മാറ്റി തിരിച്ചു. ആദ്യത്തെ രണ്ടെണ്ണം കൂട്ടിയിട്ട് മൂന്നാമത്തത് ആദ്യത്തത് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കൂടെ കൂട്ടിയിട്ട് ആദ്യമായിട്ട് കൂട്ടിയെന്ന് ഒക്കെ നമുക്ക് സെയിം രീതിക്കാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണം ആദ്യം ചെയ്താലും കുഴപ്പമില്ല, ലാസ്റ്റത്തെ രണ്ടെണ്ണം ആദ്യം ചെയ്താലും കുഴപ്പമില്ല. അതാണ് അസോസിയേറ്റിവിറ്റി പറയുന്നത്. സോ നമുക്കിവിടെ നമുക്ക് സ്റ്റാർ വെച്ചാണെങ്കിൽ നമുക്ക് പറയുന്നത് അസോസിയേറ്റീവ്. അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ബി സ്റ്റാർ സി എന്ന് പറയുന്നത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് എ സ്റ്റാർ ബി സ്റ്റാർ സി, ഇതാണ് അസോസിയേറ്റിവിറ്റി കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ എ സ്റ്റാർ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സ്റ്റാർ ആണ്. സോറി, ഓക്കെ, ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെ സ്ഥാനത്ത് ബിയും സിയും ആണ് കിടക്കുന്നത്. സോ ബി പ്ലസ് സി പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റാർ കിടപ്പുണ്ട്. സ്റ്റാർ കിടക്കുമ്പോൾ ഇത് ആദ്യത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ. സോ എയുടെ സ്ഥാനത്ത് ഏ തന്നെ കിടപ്പുണ്ട്. ബിയുടെ സ്ഥാനത്ത് ബി പ്ലസ് സി പ്ലസ് 1 ആണ്. സോ പ്ലസ് ബി പ്ലസ് സി പ്ലസ് 1 ഉണ്ട്. പിന്നെ എയുടെ സ്ഥാനത്ത് ഏ തന്നെ കിടപ്പുണ്ടായിരുന്നു. ബിയുടെ സ്ഥാനത്താണ് എന്ത് കിടന്ന? ബി പ്ലസ് സി പ്ലസ് 1 കിടന്നു. കൂടെ ആരും കൂടെ കിടപ്പുണ്ട്? ഒരു പ്ലസ് 1. അതായത് എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് 2. ഓക്കെ, ഇതാണ് ഇത് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അടുത്ത് എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്ത് വരും? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? എ പ്ലസ് ബി പ്ലസ് 1 വരും. ഓക്കെ, സ്റ്റാർ എന്താണ്? സി ആണ്. ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് എ പ്ലസ് ബി പ്ലസ് 1 ഉണ്ട്. ഓക്കെ, അതാണ് എയുടെ സ്ഥാനത്ത് കിടക്കുന്ന. ബിയുടെ സ്ഥാനത്ത് സി ഉണ്ട്. അടുത്തിന് എന്തും കൂടെ ഉണ്ട്? പ്ലസ് 1. അഡീഷൻ ആയിട്ട് ഓർഡർ മാറ്റി തിരിച്ചു വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് 1 പ്ലസ് 1 എത്ര വരും? 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 2. 1 and 2 നമുക്ക് നോക്കിക്കേ. 1 equal to 2 implies നമുക്ക് പറയാം എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി.
ഓക്കെ, therefore നമുക്ക് എന്ത് പറയാം, therefore സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. അത് അസോസിയേറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന കമ്മ്യൂട്ടേറ്റീവ്. സോ കമ്മ്യൂട്ടേറ്റീവിന്റെ കണ്ടീഷൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കമ്മ്യൂട്ടേറ്റീവിന്റെ കണ്ടീഷൻ നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവിന്റെ കണ്ടീഷൻ എന്താ മക്കളെ പറയുന്ന? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു നമുക്ക് രണ്ട് കാര്യങ്ങൾ, എ പ്ലസ് ബി എന്ന് പറയുന്നത്, ബി പ്ലസ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഓക്കെ, ഇത് മൂന്നാൾക്കാരെ വെച്ചാണ് പറഞ്ഞത്. ആദ്യത്തെ രണ്ടെണ്ണോ രണ്ടാമത്തെ രണ്ടെണ്ണോ ആ ഒരു രീതിക്കാണ്. ഇത് അങ്ങനെയല്ല, പൊസിഷൻ ചേഞ്ച് ചെയ്തത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു എ എന്ന് പറയുന്നത്. മെട്രിക്സ് ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എ ബി എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന സെയിം അല്ലാതെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് എന്താണ് ചെക്ക് ചെയ്യുന്നത്? ചെക്ക് എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ബി സ്റ്റാർ എയും സെയിം ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം എ സ്റ്റാർ ബി കണ്ടുപിടിക്കാം. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി പ്ലസ് 1 ആണ്. ഓക്കെ, ഇനി ബി സ്റ്റാർ എ നോക്കിക്കേ മക്കളെ. ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് എ പ്ലസ് 1. ഇതിൽ എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം അല്ലേ? സോ നമുക്ക് ബി പ്ലസ് എ പ്ലസ് 1 എങ്ങനെ എഴുതാം? എ പ്ലസ് ബി പ്ലസ് 1 എഴുതാം. ഇത് എന്ത് തന്നെയാണ് മക്കളെ? ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് അഡീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുകൊണ്ട് പ്രശ്നമില്ല. സോ എ പ്ലസ് ബി പ്ലസ് എ നമുക്ക് എ പ്ലസ് ബി എന്ന് എഴുതാം. എ പ്ലസ് ബി പ്ലസ് 1 എന്താണ്? എ സ്റ്റാർ ബി ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി വിച്ച് ഇംപ്ലൈസ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ സ്റ്റാർ ബി എന്ന് പറയുന്നതും ബി സ്റ്റാർ എ എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം സ്റ്റാർ ഈസ്, ഓക്കെ, സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടി അസോസിയേറ്റീവുമാണ്, കമ്മ്യൂട്ടേറ്റീവുമാണ് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് -1 ആണ്. ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 - a. ഓക്കെ അല്ലേ മക്കളെ?